ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വണ്ടറിങ് ഗേൾസ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇത് നമ്മളൊരു സൺഡേ ഔട്ടിങ്ങിന് പോവുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു കോട്ട് സെറ്റാണ് ഇട്ടിരുന്നത്. ഇത് ഞാനിങ്ങനെ ഓപ്പൺ ചെയ്തിട്ടു. പിന്നെ ആ ഒരു ഫുഡ് വെയർ, പിന്നെ ഇങ്ങനൊരു വാച്ച്, ഒരു ഗോൾഡൻ ബ്രൗൺ വൈറ്റ്, ആ ഒരു മിക്സിലിങ്ങ് പെയർ ചെയ്തു. അപ്പോൾ ഇത്രയാണ് ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ. ഓക്കെ, ബാക്കി വിശേഷം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. യെസ്, അപ്പോൾ ഇത് ഫീലൈൻ ക്ലബ് ഓഫ് ഇന്ത്യ ഫസ്റ്റ് ടൈം നമ്മുടെ കേരളത്തിൽ നടത്തുന്ന ഒരു ക്യാറ്റ് ഷോ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ടിക്കറ്റ്സ് ഓൾറെഡി നമ്മൾ പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാ ഇവിടെയാണ് എൻട്രി. ഇതാ അവരിങ്ങനെ കയ്യിൽ നമ്മൾ സീലൊക്കെ വെച്ചിട്ടാണ് അകത്തോട്ട് കയറ്റുന്നത്. അപ്പോൾ കേരളത്തിൽ ഫസ്റ്റ് ടൈമാണ് ഇവർ ഇങ്ങനൊരു ക്യാറ്റ് ഷോ നടത്തുന്നത്. അപ്പോൾ ഒരുപാട് പെറ്റ്സ് ഉണ്ടായിരുന്നു. അതുപോലെ അവരുടെ ലൈക്ക് ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുമ്പോൾ അവരുടെ ബ്രീഡ്, ബെസ്റ്റ് ബ്രീഡ് കാര്യങ്ങൾ അങ്ങനത്തെ ഉള്ളതാണ് കൂടുതൽ അവർ പ്രിഫറൻസ് കൊടുത്തിരുന്നത്. പിന്നെ ഒരുപാട് പെറ്റ്സിൻ്റെ കുറേ ഫുഡിൻ്റെ ഇതുപോലത്തെ സ്റ്റോൾസ് ഉണ്ടായിരുന്നു. പുതിയ പുതിയ ബ്രാൻഡുകൾ നമുക്ക് പരിചയപ്പെടാൻ പറ്റും കേട്ടോ. കുറേ പുതിയ ബ്രാൻഡുകൾ ഞാൻ കണ്ടിരുന്നു. നമ്മൾ മെയിനായിട്ട് മിയോവും വിസ്കസുമാണ് സിംബയ്ക്ക് കൊടുക്കാറ്. പക്ഷേ നമുക്ക് കുറേ പുതിയ ബ്രാൻഡുകൾ കാണാൻ പറ്റും, പരിചയപ്പെടാൻ പറ്റും. ഫുഡിൻ്റെ ഒക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ക്യാറ്റ്സ് ഉണ്ടായിരുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് ബ്രീഡ്സിലുള്ള ക്യാറ്റുകളുണ്ടായിരുന്നു. അതിൽ ഇതാ ഇങ്ങനെ ഞാനിപ്പോൾ കുറേ എണ്ണത്തിനെ കാണിക്കാം കേട്ടോ. എനിക്ക് എല്ലാം നല്ല രസമാണ്. നമുക്ക് ഈ പെറ്റ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇവനെ കണ്ടപ്പോൾ എൻ്റെ സിംബേനെ ഓർമ്മ വന്നു. അതേപോലെ ഇരിക്കുന്നു കുഞ്ഞ്. അങ്ങനെ കുറേ ക്യാറ്റ്സ് ഉണ്ട്. ഇത് നമ്മുടെ ഡോള് തന്നെ 4 ഇയേഴ്സ് ആയതാണ്. അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടായിരുന്നു അവനെ കാണാൻ വേണ്ടിയിട്ട്. ഇവന്മാരൊക്കെ മിക്ക ആൾക്കാരും ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് ഇപ്പോൾ കാണുന്ന ആ ഒരു ബ്രിട്ടീഷ് ഹോട്ടലാണെന്ന് തോന്നുന്നു. അവൻ വിന്നറാണ് കേട്ടോ. കുട്ടികളിൽ വിന്നറാണ് അവൻ. പിന്നെ ഇതിൻ്റെ തന്നെ വലിയൊരെണ്ണം വരുന്നുണ്ട്. അവൻ അഡൽട്ടിൻ്റെ, ഇവൻ കിറ്റണിൽ വിന്നറായിരുന്നു, മറ്റവൻ അഡൽട്ടിൽ വിന്നറായിരുന്നു. പിന്നെ ഇവൻ പഞ്ചാണ്, ഫുള്ളി പഞ്ചാണ്. ഇവൻ പാലക്കാടുകാരനാണ് കേട്ടോ. പാലക്കാട് നിന്ന് ആ ചേട്ടന്മാർ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇവനെ കണ്ട് കളിപ്പിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ അവർ വേണു കയ്യിലോട്ട് തരണമെന്ന് ചോദിച്ചു. അങ്ങനെയൊക്കെ ചോദിച്ചാൽ പിന്നെ നമ്മൾ വെറുതെ വിടത്തില്ലല്ലോ. ഞാൻ രണ്ട് കൈ നീട്ടി അവനെ ഇങ്ങനെ സ്വീകരിച്ചു. പിന്നെ കുറേ നേരം അവനെ കളിപ്പിച്ചു കേട്ടോ. അപ്പോഴത്തേക്ക് ഇവനെ കയ്യിലെടുത്തപ്പോഴത്തേക്ക് അവിടെ ഫാൻസ് ചുറ്റും ആൾക്കാരായിരുന്നു വീഡിയോ എടുക്കാനും. പിന്നെ അധികാരം അങ്ങനെ കയ്യിൽ തരില്ല. പക്ഷേ ചേട്ടന്മാർ ഭയങ്കര പാവമായിരുന്നു. എൻ്റെ ആ ഒരു പൂച്ചേനോടുള്ളൊരു ആക്രാന്തം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കയ്യിലെടുത്ത് തന്ന രസമായിരുന്നു കേട്ടോ. ഭയങ്കര പാവമായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് നേരമായിട്ട് കളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു കൊടുത്തു. അപ്പോൾ ഇനി അടുത്ത നെക്സ്റ്റ് സെഗ്മെൻറ്റിൽ കയറാൻ വേണ്ടിയിട്ടുള്ളതാണ് അവന്മാർ. അപ്പോൾ ഇതിൽ ശരിക്കും ഇവന്മാരുടെ ബ്രീഡ്, ഏറ്റവും നല്ല ബ്രീഡ്, നല്ല കാണാൻ നല്ല ലൈക്ക് ഭംഗിയുള്ളത് ഇതുണ്ടോ. ഇവനൊരു വിന്നറാണ്. ബെസ്റ്റ് ഓഫ് ബ്രീഡ് കിടക്കുന്നുണ്ടല്ലേ. അതുപോലെ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് അവരുടെ ഫിറ്റ്നസ്, ഹൈജീൻ, ലൈക്ക് അവരെ കാണാൻ എങ്ങനെയുണ്ടെന്നൊക്കെ, കളർ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആൾ. ഇവനും വിന്നറാണ്. അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് അവർ ചാമ്പ്യൻഷിപ്പ് ഇങ്ങനെ കൊടുക്കുന്നത്. പിന്നെ ഇതൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറേ പൂച്ചക്കുഞ്ഞുങ്ങളെ കാണാൻ പറ്റി. അതുപോലെ തന്നെ ഈ കൂട്ടത്തിൽ തന്നെ അഡോപ്ഷൻ സെൻറ്റേഴ്സും ഉണ്ടായിരുന്നു. ഈ കാണുന്നത് വേൾഡിലെ ഏറ്റവും ലാർജസ്റ്റ് ക്യാറ്റാണ് ആ കാണുന്നത്. ഇവന്മാർ എന്തോ 3-4 മന്ത്സ് എന്തോ ഉള്ളൂ, എന്നിട്ടാണ് അത്രയും വലിപ്പം ഇരിക്കുന്നത്. ഏറ്റവും വലുതാകുന്ന പൂച്ചയാണ് കണ്ടത്. ഇനി ഇവന്മാരൊക്കെ കുട്ടി ഇവൻ ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. ഇതിനെ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ബ്രീഡിൻ്റെ പേരൊന്നും അറിയില്ല, പക്ഷേ ഇതുപോലെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കുറേ ബ്രീഡിനെ കണ്ടു. അങ്ങനെ കാണാൻ പറ്റുന്നത് തന്നെ എനിക്കൊരു സന്തോഷം. പിന്നെ ഹ്യൂമാനിറ്റി ഫോർ ആനിമൽസും പിന്നെ വേറെ ഒരെണ്ണവും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ 2 അഡോപ്ഷൻ സെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു. അവിടുന്ന് കുറേ പൂച്ചക്കുഞ്ഞുങ്ങളെ ഓരോരുത്തർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. കുഞ്ഞ് തീരെ പൊടിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ കിടക്കുന്നു. ഇങ്ങനെ കുറേ വെറൈറ്റി ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ കാണാൻ പറ്റി. 2 പേരും വിന്നേഴ്സാണ് കേട്ടോ. അഡൽട്ട് വിന്നർ, അഡൽട്ട് റണ്ണറപ്പൊക്കെയാണ് കിടക്കുന്നത്. എല്ലാം വലിയ വലിയ ടീംസാണ്. ഇവർ ഇങ്ങനെ ലൈക്ക് കുറേ ചാമ്പ്യൻഷിപ്സിന് പോകുന്നതാണ്. ഇതെല്ലാം ബ്രീഡേഴ്സാണ്. അപ്പോൾ പിന്നെ അവർക്ക് ഇതുപോലെ കൊണ്ടുപോകുന്നതും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതൊക്കെ അവർക്ക് ഇരിക്കുന്ന അവനാണ് മുമ്പേ നമ്മൾ കണ്ട വിന്നർ. അതൊക്കെ അതിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് നേരെ ഫോട്ടോ വെച്ചിക്ക് പോയി. ജസ്റ്റ് സൺഡേ ആയതുകൊണ്ട് വെറുതെ ഒന്ന് വെളിയിൽ കറങ്ങാൻ ഇറങ്ങിയതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ കുറേ നാളായി ഫോട്ടോ വെച്ചിക്ക് പോയിട്ട്. നമ്മൾ ലാസ്റ്റ് എന്തോ ഷൂട്ടിന് വേണ്ടി പോയി. അതിന് മുന്നേ ബിനാലെ കാണാനായിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ പിന്നെ ന്യൂ ഇയർ ബിനാലെയാണ് ലാസ്റ്റ് ടൈം കാണാൻ പോയത്. അത് കഴിഞ്ഞ് പിന്നെ ഫോട്ടോ വെച്ച് ഭാഗത്തോട്ട് നമ്മൾ പോയിട്ടില്ലായിരുന്നു. എന്നെ ചുമ്മാ ഇങ്ങനെ ഇരുന്നല്ലേ, എന്നാൽ പിന്നെ ഒന്ന് പോയേക്കാം. എനിക്ക് ക്രിസ്മസ് ടൈമിൽ ശരിക്കും പോകേണ്ട ഒരു സ്ഥലമാണ്. ക്രിസ്മസ് ന്യൂ ഇയർ ടൈമിൽ ഫോട്ടോ വെച്ച് അടിപൊളിയാണ്. പിന്നെ ആ സമയത്ത് പ്രത്യേകിച്ച് ന്യൂ ഇയറിൻ്റെ ടൈമിൽ നല്ല തിരക്കുമായിരിക്കും. ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ക്രിസ്മസ് ആയിട്ടുണ്ട്.
ഡിസംബർ ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നല്ല രസമായിരിക്കും നൈറ്റൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഫോർട്ട് കൊച്ചി ഈ പറഞ്ഞ പോലെ എപ്പോഴും നമുക്കൊരു വീക്ക്നെസ്സാണ്. ഈവനിങ് ടൈമൊക്കെ നന്നായിട്ട് സൺഡേസൊക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ നടന്ന് കണ്ട് കടലൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതുപോലെ കുറേ പട്ടം പറത്തുന്നുണ്ട്. ഒരു വെറൈറ്റി പട്ടമായിരുന്നു. ഒരു പരുന്തിനെ പോലെ ഉണ്ടായിരുന്നു. പരുന്തിനെ പോലെ ഉണ്ടല്ല, ആ ഷേപ്പിലുള്ളൊരു പട്ടമായിരുന്നു. അങ്ങനെ ഫോട്ടോ വെച്ചിട്ട് കാഴ്ചകളൊക്കെ കണ്ട് ക്ഷീണിച്ച് കഴിഞ്ഞപ്പോൾ നമ്മളൊരു ചായ കുടിക്കാമെന്ന് വെച്ചു. അങ്ങനെ കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയത് ഇവിടെയാണ്, ഡേവിഡ്സ് ഹാളിലുള്ള പന്തലിലാണ്, പന്തൽ കഫേയിലാണ്. നമ്മൾ നേരത്തെ ഇവിടെ വരാറുണ്ട് കേട്ടോ. ഫോട്ടോ വെച്ച് വരുമ്പോഴത്തേക്കും ഇവിടെ വരാറുണ്ട്, പന്തലിലാണ് നമ്മൾ വരാറ്. അങ്ങനെ ഇതിനകത്ത് കയറുമ്പോൾ നല്ല എൻട്രി ഹാളിൽ, ഡേവിഡ് ഹാളിൽ നല്ല ഇങ്ങനെ കുറേ പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയത് കാണാൻ വേണ്ടിയിട്ട്. വീഡിയോയിൽ കാണുന്ന നല്ലത് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് ഇങ്ങനെ വെളിയിലോട്ട് നിൽക്കുന്ന നല്ല രസമാണ് അത് കാണാൻ. പിന്നെ നമ്മൾ അവിടെ രണ്ട് കോഫിയും പിന്നെ ഇതൊരു പൈ നല്ലതായിരുന്നു. ഈ ബ്രൗണി പന്തലിലെ ബ്രൗണീസ് സൂപ്പറാണ്. ബ്രൗണിയും കഴിച്ചു. അങ്ങനെ ചെറിയൊരു സ്നാക്ക്, ടീ കോഫി സ്നാക്കൊക്കെ കഴിച്ചിട്ട് നമ്മൾ കറക്കം പയ്യെ അവസാനിപ്പിക്കാന്നുള്ള പ്ലാനൊക്കെ ആയി. കാരണം ഇനി നടക്കാൻ വയ്യ, കാലിന് വേദനയാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫോട്ടോ വെച്ചിട്ട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്